അസ്സലാമു അലൈക്കും വറഹ്മത്തുള്ളാഹി തആല വബറകാതുഹു. ബഹുമാനമുള്ള മുഅ്മിനീങ്ങളെ, നബി സല്ലല്ലാഹു അലൈഹി വസല്ലമ തങ്ങൾ പറഞ്ഞ ലൈലത്തുൽ ബറാഅത്തിൻ്റെ രാവ് നമ്മിലേക്ക് സമാഗതമാവുകയാണ്. ഒരുപാട് പുണ്യങ്ങളും ഒരുപാട് പ്രത്യേകതകളുമുള്ള ഒരു രാവ് കൂടിയാണ് ബറാഅത്തിൻ്റെ രാവ്, ശഅബാൻ 15-ൻ്റെ രാവ് എന്ന് പറയുന്നത്. പാപമോചനത്തിൻ്റെ രാത്രിയാണ്. ആത്മാർത്ഥമായി അല്ലാഹു സുബ്ഹാനഹു വ തആലയോട് പാപമോചനം തേടുന്ന ഒരു വ്യക്തിക്ക് അല്ലാഹു സുബ്ഹാനഹു വ തആല അവൻ്റെ ജീവിതത്തിലെ സർവ്വ തിന്മകളും വിട്ടുപുറത്ത് മാപ്പാക്കി കൊടുക്കുന്ന ഒരു രാവ് കൂടിയാണ്. അതുപോലെ തന്നെ മഹത്തുക്കളായ പണ്ഡിതന്മാർ ഉലമാ നമുക്ക് പഠിപ്പിച്ചു തരുന്നുണ്ട്, ഇത് പ്രാർത്ഥനകൾക്ക് ഉത്തരം ലഭിക്കുന്ന ഒരു രാവ് കൂടിയാണ് എന്ന് പറഞ്ഞാൽ, മഹത്തുക്കളായ ഉലമാ പറയുന്നു, 5 രാത്രികൾ, ആ 5 രാത്രികളിൽ ഒരു മനുഷ്യൻ അല്ലാഹുവിനോട് ദുആ ചെയ്തു കഴിഞ്ഞാൽ പരിപൂർണമായും അല്ലാഹു സുബ്ഹാനഹു വ തആല ആ ദുആയിക്ക് അല്ലാഹു മറുപടി കൊടുക്കുന്നതാണ്, ഇജാബത്ത് കൊടുക്കുന്നതാണ് എന്ന് മഹത്തുക്കൾ നമുക്ക് പഠിപ്പിച്ച ആ 5 രാത്രികളിൽ ഒരു രാത്രി എന്ന് പറയുന്നത് ഈ ബറാഅത്തിൻ്റെ രാത്രിയാണ്. നമ്മൾ പ്രത്യേകം മനസ്സിലാക്കും. അതുകൊണ്ട് തന്നെ ഈ രാത്രിയിലെ ദുആഇന് അല്ലാഹുവിൻ്റെ അടുക്കൽ വലിയ സ്വീകാര്യതയുണ്ട് എന്ന് നമ്മൾ ആദ്യം തിരിച്ചറിയണം. അതുപോലെ തന്നെ ഹദീസുകളിൽ നമുക്ക് കാണുവാൻ സാധിക്കും, ഈ രാത്രിയിൽ 1-ാം ആകാശത്തേക്ക് അല്ലാഹു സുബ്ഹാനഹു വ തആലയുടെ റഹ്മത്ത് ഇറങ്ങി വരുമെന്നും, ആ സമയത്ത് ആരാണ് പാപമോചനം തേടുന്നത് അവരുടെ പാപങ്ങളെ നാം പുറത്തു തരാമെന്നും, ആരാണ് റിസ്ക് തേടുന്നത്, ആഹാരം, വസ്ത്രം, പാർപ്പിടം, ഇതൊക്കെയാണല്ലോ റിസ്ക് എന്ന് പറയുന്നത്, ഈ റിസ്ക് ആര് തേടുന്നു അവർക്ക് നാം തീർച്ചയായും അത് നൽകാമെന്നും അല്ലാഹു സുബ്ഹാനഹു വ തആല നമ്മോട് പറയുകയാണ്. ഹദീസിൽ നമുക്ക് കാണുവാൻ സാധിക്കും. തന്നെ മറ്റൊരു പ്രത്യേകത കൂടി ഈ ഒരു രാവിനുണ്ട്, വിധി നിർണയത്തിൻ്റെ രാവാണ് എന്ന് പറഞ്ഞാൽ, ഓരോ മനുഷ്യരുടെയും ജീവിതം, മരണം, വരാനിരിക്കുന്ന വർഷത്തിലെ അവൻ്റെ കാര്യങ്ങൾ, ഇതെല്ലാം അല്ലാഹു തീരുമാനിച്ച് റെഡിയാക്കി മലക്കുകളെ ഏൽപ്പിക്കുന്ന ദിവസം ആണ് എന്ന് മഹത്തുക്കളായ പണ്ഡിതന്മാർ നമുക്ക് പഠിപ്പിച്ചു തരുന്നുണ്ട്. അതുകൊണ്ട് നമ്മൾ ഓരോരുത്തരും ഇബാദത്തുകളിൽ സജീവമായി, ഇബാദത്തുകൾ കൊണ്ട് അലങ്കരിച്ചുകൊണ്ട് റബ്ബിനോട് പാപമോചനവും ദീർഘായുസ്സും നല്ല മരണവും ഒക്കെ പടച്ചവനോട് നമുക്ക് തേടാനുള്ള ഒരു സുവർണ അവസരമാണ്. അല്ലാഹു നമുക്ക് തൗഫീഖ് നൽകി അനുഗ്രഹിക്കുമാറാകട്ടെ. 3 യാസീൻ ഓതി മഗ്രിബ് നമസ്കാരത്തിന് ശേഷം പറ്റുന്നവരെല്ലാവരും ഒരു 3 യാസീൻ ഓതി ദീർഘായുസ്സിന് വേണ്ടി, അതുപോലെ തന്നെ റിസ്കിന് വേണ്ടി, അതുപോലെ തന്നെ നല്ല മരണത്തിന് വേണ്ടി, അന്ത്യം നന്നാവുക എന്നുള്ളതാണ് ഏറ്റവും പ്രധാനം. അതിനൊക്കെ വേണ്ടി എല്ലാവരും യാസീനൊക്കെ ഓതി നന്നായിട്ട് ദുആ ചെയ്യുക. അല്ലാഹു സുബ്ഹാനഹു വ തആല നമ്മുടെ എല്ലാവിധ ഹലാലായ മുറാദുകളും ഹാസിലാക്കട്ടെ. ആമീൻ യാ റബ്ബൽ ആലമീൻ. അസ്സലാമു അലൈക്കും.